ഹലോ ഗൈസ്, ഇന്ന് നമ്മളെ ദുബായിലുള്ള മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു മ്യൂസിയത്തിലേക്കാണ് പോണത്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു മ്യൂസിയമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ അത് കാണാൻ പോയി ചെന്ന് കയറുമ്പോൾ തന്നെ പറക്കണ റോബോട്ടിനെയാണ് കാണുക. അതെപ്പോഴും ഇങ്ങനെ പറന്ന് നടന്നുകൊണ്ടിരിക്കും. നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ കുറേ ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്റ്റെയർ കേസ് വഴി ലിഫ്റ്റ് വഴിയൊക്കെ മുകളിലേക്ക് കയറാം. ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ്. അതുപോലെ ഫസ്റ്റ് ഫ്ലോറിലും നമ്മൾ ഫ്രീ ആണ്. അതിൻ്റെ മുകളിലുള്ളതിന് പോവുകയാണെങ്കിൽ നമുക്ക് 145 ദിർഹം കൊടുക്കേണ്ടി വരും. 3000 മേലാണ് നമ്മുടെ നാട്ടിൽ. അത്രയും റേറ്റ് കൊടുത്താലാണ് നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റുക. അതുപോലെ തന്നെ റോബോട്ട്, പിന്നെ 4 കാലുള്ള റോബോട്ട്, അതെല്ലാ കുട്ടികളും കളിക്കും. നമ്മുടെ അടുത്ത് കൊണ്ടൊക്കെ പോകും. അങ്ങനത്തെ ആ റോബോട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചായ കൊണ്ടു തരുന്ന റോബോട്ട്, അതൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള റോബോട്ട് കാണാൻ നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി. ഇതുപോലെ സ്റ്റെയർ കേസ് വഴിയാണ് ഞങ്ങൾ പോയത് കേട്ടോ. അങ്ങനെ പോകുമ്പോൾ തന്നെ ഭിത്തികളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നല്ല അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാ രാജ്യക്കാരും ഉണ്ടല്ലോ, എല്ലാ രാജ്യക്കാരും ഈ ദുബായിലുണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും നമുക്ക് അവിടെ കാണാനായിട്ടും പറ്റും. അവിടെ എവിടെ പോയാലും കാണാം അതൊക്കെ. പിന്നെ മുകളിൽ കയറിയപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അതിൻ്റെ ഭിത്തിയൊക്കെ നല്ല ഇങ്ങനെ ക്രിസ്റ്റൽ പോലെയാണ് രൂപപ്പെടുത്തിയെടുത്തേക്കണത്. അതുപോലെ തന്നെ അങ്ങനെ പുറത്തേക്ക് വന്നാലും പുറത്താണെങ്കിലും നല്ല ഭംഗിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണതൊക്കെ കേട്ടോ. ഇതൊക്കെ വെള്ളം കൊണ്ടാണ്, ഈ റൗണ്ടിൽ വെള്ളമാണ് കിടക്കണത്. അപ്പോൾ അങ്ങനെ നമുക്ക് തോന്നും, ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും അധികം സ്ഥലം ഉണ്ടോയെന്ന് തോന്നിപ്പോവും. അത്രയും മനോഹരമായിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഞങ്ങൾ അവിടെ പുറത്തും നിന്ന് കുറേ ഫോട്ടോ എടുത്തു. അവിടെയും നല്ല ഭംഗിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫോട്ടോ എടുക്കാനൊക്കെ നല്ല പ്ലേസാണ്. അങ്ങനെ അവിടെയും ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതുപോലെ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. 2 ഭാഗം, അതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര അതിശയം തോന്നും നമുക്ക്, ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണ കാണുമ്പോഴേ. അപ്പോൾ അത്രയും ഭംഗിയാണ്. ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലാണ് പാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതിപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്യാനായിട്ട് മറന്നുപോയി. അല്ലെങ്കിൽ വരണ്ടാകുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലത്തെയും കൂടി കാണിക്കായിരുന്നു. അപ്പോൾ അത് കാണിച്ചില്ല. ഇത് ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ എടുത്ത ഒരു വീഡിയോ ആണത്. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്ര വലിയ രീതിയിലുള്ളൊരു വീഡിയോ അല്ലെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും ടാറ്റാ, ബൈ ബൈ.